ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ദളതിലെ പ്രശസ്തമായിട്ടുള്ള ഒരു നൈറ്റ് മാർക്കറ്റിലാണ്. ഇത് ഇവിടുത്തെ ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി കഴിയുമ്പോഴാണ് ഇവിടെ ആൾക്കാരുടെ തിരക്ക് കൂടുക. രാവിലെ ആണെങ്കിൽ ജസ്റ്റ് അകത്തുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ സ്ട്രീറ്റിലായിട്ട് ഷോപ്പും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അത് 6 മണിക്ക് ശേഷം മാത്രമാണ് അവരിടുക. ഒരു 7 മണിയാകുമ്പോഴാണ് ഫുള്ളായിട്ട് ഒന്ന് ആക്റ്റീവായിട്ട് വരിക. അതായത് 7 മണിയൊന്നും കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് വണ്ടിയോ കാര്യങ്ങളോ ഒന്നും വിടൂല. ജസ്റ്റ് ആൾക്കാർക്ക് നടക്കാനുള്ള സ്പേസ് മാത്രമായിരിക്കും. ഈ ദളത്തിലെ ആൾക്കാരുടെ പ്രധാന വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് ഈ നൈറ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. ഡ്രസ്സായാലും ചെരുപ്പായാലും ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും സ്ട്രീറ്റ് ഫുഡ് ആയാലും അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് കുറച്ച് മഴയും കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ രണ്ടാമതൊന്നും കൂടി ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളത് തീരുമാനിച്ചത്. ഈ ദളത് എന്ന് പറയുന്നത് മെയിനായിട്ട് സ്ട്രോബെറീൻ്റെ നാടാണ്. ഇവിടെ വന്നവരൊന്നും സ്ട്രോബെറി വാങ്ങാണ്ട് പോയിട്ടില്ല. പിന്നെ ഇപ്പം ഈ അവക്കാഡോൻ്റെ സീസണും കൂടിയാണ്. അതുകൊണ്ട് എല്ലായിടത്തും അവക്കാഡോ ആണ് കാണുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് ആൾക്കാരെ വേഷം കെട്ടിയിട്ട് നിൽക്കുന്നതാണ്. അവരൊരു പെട്ടീൻ്റെ മുകളിലായിരിക്കും നിന്നിട്ടുണ്ടാവുക. അത് ടിപ്പ് ബോക്സ് ആയിരിക്കും. നമ്മൾ അതിലേക്ക് പൈസ ഇടുമ്പോൾ അവരെന്തെങ്കിലും നമ്മളോട് ആക്ഷനോ അങ്ങനത്തെ എന്തെങ്കിലും കളിക്കും. അത് ഇവിടെ കുറേ അധികം കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഈ നൈറ്റ് മാർക്കറ്റിലൂടെ ഇങ്ങനെ വൈബായിട്ട് നടക്കാൻ തന്നെ നല്ലതാണ്. കുറച്ച് ആൾക്കാർ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ വന്നിട്ടാണ് ഉള്ളതെങ്കിൽ നല്ല രസമാണ്. നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റൂളുകൾ ഇട്ടിട്ട് അവിടെ തന്നെ ഇരിക്കും, അവിടെ തന്നെ ഫുഡ് കഴിക്കും. അതാണ് മെയിനായിട്ടുള്ളത്. ഇത് കണ്ടോ അവക്കാഡോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അവക്കാഡോ ഒന്നിച്ച് കാണുന്നത് ഇങ്ങനെ. പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും അതേപോലെ ഫുഡൊക്കെ ട്രൈ ചെയ്യാനൊക്കെ നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ട് ഷോപ്പിലൊക്കെ കയറിയാൽ നമുക്ക് എല്ലാത്തിൻ്റെയും സാമ്പിൾ തരും തിന്നാൻ. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് വാങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. അവർ വാങ്ങിയിട്ടെങ്കിൽ ഒന്നും പറയൊന്നുമില്ല. പിന്നെ സ്ട്രോബെറി തട്ടി നമുക്ക് എവിടെയും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇടാം. നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യം വരുന്ന സ്ഥലമായതുകൊണ്ട് കുറേയധികം പ്ലാൻ ഇട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തൊക്കെ കഴിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത്. കുറേയധികം ഫുഡെല്ലാം ട്രൈ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഈ സ്ട്രോബെറി എവിടെ കണ്ടാലും ജസ്റ്റ് അങ്ങോട്ടേക്കൊന്ന് നോക്കിപ്പോവും. അത് സ്വാഭാവികമാണ്. പിന്നെ ഇവിടെ ഉള്ളത് അധികം സീ ഫുഡ് ഐറ്റമാണ്. കക്ക ഇറച്ചി ആണ് കൂടുതലുള്ളത്. എനിക്ക് കക്ക ഇറച്ചി അലർജി കാരണം അത്ര പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ട്രൈ ചെയ്യാൻ അധികം പോയിട്ടില്ല. പിന്നെ ഉണക്കമീൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ റീൽസിലെല്ലാം കാണുന്നില്ലേ ഒരു ചക്കക്കുരുവിൻ്റെ ടേസ്റ്റുള്ള ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് വെറുതെ തിന്നുകൊണ്ട് നടക്കാമെന്നുള്ള രീതിയിൽ അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുള്ള സാധനമായിരുന്നു. നല്ല ഉണ്ടായിരുന്നു തിന്നാൻ. ജസ്റ്റ് ചക്കക്കുരു ചുട്ട ആ ഒരു ഫീൽ തന്നെയാണ് അത് തിന്നുമ്പോൾ ഉള്ളത്. ആദ്യം തിന്നാൻ നല്ല ഇൻട്രസ്റ്റ്, ഒരു 3-4 തിന്നാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക് അത് മടുപ്പ് വരും. പിന്നെ ഇത് ഈ കാണുന്നതാണ് വിയറ്റ്നാമിലെ പ്രധാനമായിട്ടുള്ള ഒരു ഡിഷ് എന്ന് പറയുന്നത്. അപ്പം എന്ന് വേണമെങ്കിൽ പറയാം, അതേപോലെ ഒരു ഡ്രൈ പിസ്സ എന്നുള്ള രൂപത്തിലും വേണമെങ്കിൽ പറയാം. അതായത് ഒരു റൈസ് ഷീറ്റ് തീക്കനലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു മുട്ട ഉടച്ച് പോരും. അതേപോലെ കുറച്ച് ഉണക്ക ചെമ്മീൻ ഇടും. പിന്നെ കുറച്ച് കുറച്ച് സ്പ്രിംഗ് ഒനിയനും അതേപോലെ പന്നീൻ്റെ സോസേജുമാണ് ഇടുന്നത്. ആ പന്നീൻ്റെ സോസേജ് അധികം വേവൊന്നുമില്ല. പക്ഷെ എനിക്ക് പന്നീൻ്റെ സോസേജ് എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സാധനം ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ചിക്കൻ ഉണ്ടെങ്കിൽ വാങ്ങണം എന്നുള്ളതായിരുന്നു വിചാരിച്ചത്. പക്ഷേ എവിടെയും ഈ ചിക്കൻ സോസേജ് കിട്ടുന്നില്ല. ഇവിടെ പൊതുവെ ചിക്കൻ സോസേജ് കിട്ടുന്നത് മാളുകളിലായാലും എവിടെ ആയാലും ചിക്കൻ സോസേജ് കിട്ടുന്നത് കുറച്ച് കുറവ് തന്നെയാണ്. പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു ഗ്രില്ലഡ് ചീസ് വിത്ത് പിന്നെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നല്ല ഉണ്ടായിരുന്നു ഒരു ഐറ്റം. ചീസ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചിട്ട് തരുന്നതാണ്. അവർ പകുതി പാകമാക്കി വെച്ചിട്ടുള്ളതാണ് സാധനം. അതിനൊന്നും കൂടി എടുത്ത് ചൂടാക്കിയിട്ട് നമുക്ക് തരുന്നതാണ്. ചീസ് ചൂടാക്കിയത് പോരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടി അവരെ കൊണ്ട് ചൂടാക്കിച്ചതാണ്. കാരണം നമുക്കത് തൊടുമ്പം ചെറിയൊരു ചൂട് മാത്രമേ, ജസ്റ്റ് ഒരു ഇളം ചൂട് മാത്രമേ അത് ഫീൽ ചെയ്തുള്ളൂ. അങ്ങനെ ഒന്നും കൂടി ചൂടാക്കിയിട്ട് നമ്മളത് വാങ്ങിയാണ് ചെയ്തത്. ഈ ഒരു പീസിന് ഇവിടുത്തെ 25,000 വേണ്ടിയാന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരു 75-80 രൂപേൻ്റെ അടുത്ത് ഇതിന് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അതിലേ നടന്നിട്ട് വേറൊരു സാധനം വാങ്ങി. അതെന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു ഗ്ലാസ്സിൽ അവക്കാഡോൻ്റെ ഷെയ്ക്കാണ്. നമ്മൾ പറയുന്നതിനനുസരിച്ച് അതിലേക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഇട്ടിട്ട് പിന്നെന്തോ
ടോപ്പിങ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് തരുന്നതാണ്. അതിനും ഏകദേശം ഒരു 25,000 VNDൻ്റെ അടുത്താണ് വില വരുന്നത്. നമ്മൾ അവോക്കാഡോ അല്ലേ ഐസ്ക്രീം അല്ലേ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്. വാങ്ങിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് ആദ്യം ഒരു സ്പൂൺ കഴിച്ചു. രണ്ടാമത്തെ സ്പൂൺ തിന്നുമ്പോഴാണ് പിന്നെയും ഇതിനെന്തോ ഒരു ചക്കേൻ്റെ ഒരു ടേസ്റ്റുള്ള പോലെ തോന്നി. അപ്പോഴത്തേക്ക് ദുരിയൻ ചക്ക മിക്സ് ആക്കിയിട്ടാന്ന് തോന്നുന്നു അവോക്കാഡോ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തു. അതുകൊണ്ട് പിന്നെ അധികം തിന്നാൻ നിന്നില്ല. ബാക്കി അത് അങ്ങനെ കളഞ്ഞു. ചീസിൻ്റെ ഐറ്റം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇവിടെ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. പക്ഷേ എല്ലാ കടയിലൊന്നും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടില്ല. ജസ്റ്റ് വിയറ്റ്നാമീസിൽ മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. പിന്നെ എല്ലായിടത്തും ഭയങ്കര തിരക്കും. അവർക്ക് ചോദിച്ചാലാണെങ്കിൽ മനസ്സിലാവുന്നില്ല. ഈ തിരക്ക് കാരണം അത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പം അത്രയും തിരക്കുണ്ട് എല്ലാ കടയിലും. ഇതാ ഈ സ്റ്റൂളെല്ലാം ഇട്ടിട്ടിരിക്കുന്നതെല്ലാം ഓരോരോ കടയിലത്തെ ഓർഡർ കൊടുത്തിട്ട് അവിടെ അവർ സ്റ്റൂൾ സെറ്റാക്കി കൊടുക്കുന്നതാണ്. എന്നിട്ട് ഫുഡും അടുത്തേക്ക് തന്നെ അവർ കൊണ്ടു കൊടുക്കും. വേണമെങ്കിൽ റീ ഓർഡർ എടുക്കുകയും ചെയ്യും. ഇവിടുത്തെ മെയിനായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ അപ്പം പോലത്തെ ഒരു സാധനവും പിന്നെ അതേപോലെ ഒരു ബീൻ ടീയും ആണ്. ആ ബീൻ ടീ നമ്മൾ മുന്നത്തെ പ്രാവശ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ചൂട് ഒരു പാലം വെള്ളം പോലത്തെ ഒരു സാധനമാണ്. നല്ല ചൂടുണ്ട്. അതിങ്ങനെ എല്ലാവരും സ്ട്രോ വെച്ച് കുടിക്കുന്നതാണ്. ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഐറ്റമാണ് ഏറ്റവും കൂടുതലും സ്റ്റാളുകളിലും കാണുന്നത്. അത് പലതരം സോസേജ് വെച്ചിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറേ ചോളം ചുട്ടത്, കേങ്ങ് ചുട്ടത്, മുട്ട ചുട്ടത് അങ്ങനത്തെ കുറേ ഐറ്റങ്ങളും. വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വിയറ്റ്നാമിൽ വന്നാൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. പിന്നെ ഇഷ്ടംമാതിരി സോസേജുകളുണ്ട്. നമുക്ക് സോസേജുകൾ അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് വാങ്ങിയിട്ടില്ല. ഇത്രയും അധികം ആൾക്കാരിവിടെ വരുന്നുണ്ട്. അതേപോലെ ഫുഡ് കഴിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. പക്ഷേ അത്രയും വൃത്തിയോടെയാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും. ക്ലീൻ ആക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ സെപ്പറേറ്റ് ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇത് ക്ലീൻ ആയിട്ടിരിക്കും. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്തോറും കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഐറ്റംസ്, കോഫി അങ്ങനത്തെ കുറേ ഐറ്റങ്ങളാണ് ഇതിൻ്റെ ഉൾഭാഗത്തുള്ളത്. അതേപോലെ ഡ്രസ്സും ഇഷ്ടംപോലെയുണ്ട്. നമ്മൾ തലേദിവസം രാത്രി ഫുള്ള് നടന്ന് എൻജോയ് ചെയ്തിട്ട് പിറ്റേ ദിവസം വന്നിട്ടാണ് ഇതുപോലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയത്. അപ്പം ഇതിൻ്റെ പകൽ വ്യൂ കാണിച്ചു തരാം. ഇതാണ് പകൽ വ്യൂ. പകൽ വ്യൂ അത്ര രസം ഉണ്ടാവില്ല. കാരണം വൈകുന്നേരം ആകുമ്പോഴാണ് ഈ ലൈറ്റുകളും ഫുള്ള് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുള്ളൂ. രാവിലെ വന്നാൽ ബാക്കി സാധനങ്ങളും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. നൈറ്റ് വരുന്നത് മെയിനായിട്ട് ഫുഡ് കഴിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സ്ട്രോബെറി ഒന്നും കാണുമ്പം ഇവിടെ വന്നവരാരും വാങ്ങാതെ പോവില്ല. എല്ലാവരുടെ കയ്യിലും ഓരോ പാക്കറ്റ് അല്ലെങ്കിൽ 2 പാക്കറ്റ് സ്ട്രോബെറി ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സ്ട്രോബെറിയും സ്നാക്സൊക്കെ വാങ്ങിയിട്ട് നമ്മളും ഇവിടുന്ന് മടങ്ങിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദളതിലെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.